എല്ലാം തികഞ്ഞിട്ടൊരു വസ്തു പോലും തണ്ടാമകൻ ഹന്ത ചമച്ചതില്ല. എല്ലാം തികഞ്ഞിട്ടൊരു വസ്തു പോലും തണ്ടാമഹൻ ഹന്ത ചമച്ചതില്ല. കുഞ്ചൻ നമ്പ്യാർ കല്യാണ സൗഗന്ധികത്തിൽ എഴുതിയ ഈ വരികൾ ഒരു കവിത മാത്രമല്ല, 2026 നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു മാനസിക പ്രശ്നത്തിനുള്ള കൃത്യമായ മറുപടി കൂടിയാണ്: പെർഫെക്ഷനിസം. നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ, ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് മാറാൻ. പക്ഷേ നമ്മൾ എപ്പോഴും കാത്തിരിക്കും, എല്ലാം ഒന്നുകൂടി പെർഫെക്റ്റ് ആകട്ടെ, എൻ്റെ ലാപ്ടോപ്പ് ഒന്നുകൂടി നന്നാകട്ടെ, ക്യാമറയൊന്നു മാറ്റട്ടെ. ഈ കാത്തിരിപ്പ് നമ്മളെ എത്തിക്കുന്നത് അനാലിസിസ് പരാലിസിസ് എന്ന അവസ്ഥയിലാണ്. എല്ലാം പെർഫെക്റ്റ് ആകാൻ കാത്തിരുന്ന് നമ്മൾ ഒന്നും തുടങ്ങാതെ പോകുന്നു. പ്രപഞ്ചം സൃഷ്ടിച്ച ബ്രഹ്മാവ് പോലും ഒന്നും 100% പൂർണ്ണതയോടെ സൃഷ്ടിച്ചിട്ടില്ലെന്നാണ് നമ്പ്യാർ പറയുന്നത്. ശാസ്ത്രീയമായി നോക്കിയാലും പ്രകൃതിയിൽ ഒന്നും പെർഫെക്റ്റ് അല്ല. ജാപ്പനീസ് ഫിലോസഫിയിൽ ഇതിനെ വാബി സാബി എന്ന് വിളിക്കുന്നു. അപൂർണതയിലെ സൗന്ദര്യം, ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ. ഒരു റോബോട്ട് വരയ്ക്കുന്ന ചിത്രത്തിന് പൂർണ്ണതയുണ്ടാകും, പക്ഷേ ഒരു മനുഷ്യൻ വരയ്ക്കുമ്പോഴുണ്ടാകുന്ന ആ ചെറിയ കോട്ടങ്ങളിലാണ് യഥാർത്ഥ കലയുള്ളത്. നമ്മളുണ്ടാക്കുന്ന പ്രോജക്റ്റുകളിലെയും നമ്മുടെ ജീവിതത്തിലെയും ആ ചെറിയ കുറവുകളാണ് നമ്മളെ കൂടുതൽ മനുഷ്യത്വമുള്ളവരാക്കുന്നത്. അതുകൊണ്ട് എല്ലാം തികഞ്ഞിട്ട് തുടങ്ങാൻ കാത്തിരിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ഇപ്പോൾ തന്നെ തുടങ്ങുക. തെറ്റുകൾ സംഭവിക്കാം, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കില്ല. പക്ഷെ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ വളർച്ച. കാരണം തുടക്കത്തിലെ എല്ലാം തികഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ മനുഷ്യന് മാത്രമല്ല, സാക്ഷാൽ ദൈവത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആകാൻ വേണ്ടി കാത്തിരുന്ന് അവസാനം തുടങ്ങാൻ കഴിയാതെ പോയ ഏതെങ്കിലും ഐഡിയ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കമന്റിൽ പങ്കുവെക്കാം.